പഴുത്ത ഈത്തപ്പഴത്തിനാണ് എന്ത് പറയാ? റുത്തബ്. കണ്ടിട്ടില്ലേ? റുത്തബ് അതായത് ഒരു മഞ്ഞ നിറം, നല്ല മഞ്ഞ നിറം ഉണ്ടാവും, അല്ല കരുത്തുള്ള സാധനമാണ്. ആ കൊല പിന്നെ അതിന്റെ അങ്ങനെ ആ പാകം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അതിന്റെ പഴുപ്പൊന്നും ഇങ്ങനെ അങ്ങനെ കയറി വരും, വരാത്തൊരു രസമാണ്. ഈ ഭൂലോകത്തെ ഏറ്റവും നല്ല ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും റുത്തബാണ്. കഴിക്കുന്നില്ലേ? രാത്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം, ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ രാജസ്ഥാനിലൊക്കെ പറ്റി വരുന്നത് ഇവിടെ കഴക്കടയിലാണ്, പക്ഷെ ആ ഒരു ഭംഗി കിട്ടൂല. അറബ് രാജ്യത്തെ ആ കാറ്റ് എന്നാണ് പ്രത്യേക കാറ്റ്. ആ കാറ്റിൽ അതിങ്ങനെ ഇങ്ങനെ കയറി വരും. ആ സമയത്ത് റുത്തബ് എന്ന് പറഞ്ഞാൽ പകുതി ഭാഗം നല്ലോണം പഴുത്തിട്ടുണ്ടാവും, പകുതി ഭാഗം പഴുപ്പ് ഇങ്ങനെ കയറുന്നുണ്ടാവുള്ളൂ. ഇതിങ്ങനെ കഴിക്കാന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ രസം, എന്താ അതിൻ്റെ കരുത്ത്. പക്ഷേ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലുൽ റുതബ ബിൽ ഖിസാഇ, കക്കരി കൂട്ടിയേ റുതബ് കഴിക്കും. ഓ ബിൽ ബത്തീഖ്, അല്ലെങ്കിൽ വത്തക്ക കഷ്ണം. എങ്ങനെയുണ്ട്? ബത്തീഖ് കൊണ്ട് ഉദ്ദേശം വെള്ളരിയാണെന്നും ഒരഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ കുമ്പളം അതുപോലത്തെ ഒരു സാധനമായിരിക്കാം. വത്തക്ക പിന്നെ വന്നതാണ്. എന്താണെങ്കിലും റുത്തബ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുകയാണെങ്കിൽ റുത്തബ് കഴിക്കും. എത്ര കഴിക്കാനറിയോ? ഒരു 3 പീസ് കഴിക്കും, ഏറി വന്നാൽ 7 പീസ്. അത് കഴിക്കുമ്പോൾ തന്നെ എന്ത് കൂട്ടും? റുത്തബ് കഴിക്കുമ്പോൾ ബിൽ ഖിസാഇ, കക്കിരിയോ വെള്ളരിയോ കുമ്പളം അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൂട്ടും. ബത്തീഖ് എന്നാണ് ഉള്ളത്. ബത്തക്കയും ആകാം, അല്ല ബത്തക്ക പിന്നീട് വന്നതാണ് എന്നും പണ്ഡിത അഭിപ്രായമുണ്ട്. അപ്പോൾ അത് വെള്ളരിയുമാകാം എന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ കക്കരിയോ വെള്ളരിയോ അല്ലെങ്കിൽ സമാനമായി വത്തക്ക അത് കൂട്ടാതെ റസൂലുള്ളാഹി എന്ത് കഴിക്കൂല? റുത്തബ് കഴിക്കൂല. ഫയഖൂലു, എന്നിട്ട് ഹബീബ നബി എന്ത് പറയും? ഇതിന്റെ തണുപ്പ് ഇതിന്റെ ചൂടിനെ തടയും. അപ്പോൾ വാതപിത്ത കഫം സന്തുലിതപ്പെടും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? റസൂലുള്ളാഹി റുത്തബ് കഴിക്കുമ്പോൾ നമ്മളിപ്പോ എത്ര റുത്തബ കഴിക്കാന്നുള്ള ഒരു കണക്കില്ല. മനുഷ്യന് രോഗമില്ലാതിരിക്കണമെങ്കിൽ എന്താവണം? സമാനതയിൽ നിൽക്കണം. എന്ത് മൂക്കത്തിൽ നിന്നാ എങ്ങനെ നിനക്ക് വായുവിനോട് സ്ഥലമില്ല? വാദപിത്ത കഫങ്ങളെ അതാണ് ത്രിദോഷങ്ങൾ. ഇത് ശരീരത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ശരീരത്തിൽ മുന്നോട്ടും കഴിയില്ല. പക്ഷെ ഈ സാധനത്തിൽ ഒരന്ന അധികരിച്ചാൽ എന്ത് വരും? ഇതിന്റെ സമാനതയാണ് ഇത് സമാന സ്വഭാവത്തിൽ പരസ്പരം അതിന് നിശ്ചയിച്ച ഈക്വൽ അളവിൽ അത് നിൽക്കലാണ് അതിന് നിശ്ചയിച്ച അളവിൽ അത് നിൽക്കലാണ് ആരോഗ്യം. ഇതിനെ നിയന്ത്രിക്കുന്നതാണ് വയറ്. അപ്പൊ വയറിലേക്ക് ഒന്നിടണമെങ്കിൽ ചൂട് കൂടിയ പദാർത്ഥമാണ് റുത്തബ്. ചൂട് കൂടും, അതാണ് ഇതിന്റെ കരുത്തും. പ്രത്യേകിച്ച് കാരക്കന്റെ സ്വഭാവം അങ്ങനെയാണ്. കരക്കയിൽ